ഹായ്. ഇപ്പോൾ യൂട്യൂബിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സുനിത ചേച്ചി സീക്രട്ട് ഏജന്റ് വിഷയം. പരിദൂഷണം പറഞ്ഞ് എത്തി നോക്കി വീഡിയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ പരാമർശിക്കപ്പെട്ട മറ്റൊരു പേരാണ് മല്ലു ട്രാവലർ എന്നുള്ള പേര്. അപ്പോൾ മല്ലു ട്രാവലർ ഒരു ലൈവ് വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ വ്യക്തമായി പരാമർശിക്കുന്ന ഖാദർ കരിപ്പുടി എന്ന് പറയുന്ന ക്രിമിനലിന്റെ തോന്നിവാസത്തെ കുറിച്ചാണ് അതിൽ വ്യക്തമായിട്ട് മല്ലു ട്രാവൽ പറയുന്നുണ്ട്. കേട്ടു നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഖാദർ കരിപ്പൊടി. ഈ ഖാദർ കരിപ്പൊടി ഇക്കാര്യം നേരെ തിരിച്ചിട്ടാണ്. ഇപ്പം നമ്മളിവിടെ സംസാരിച്ച വിഷയം മുഴുവനും സായി കൃഷ്ണനെ കുറിച്ചിട്ടും സുനിത ദേവദാസിനെ കുറിച്ചാണ്. സുനിത ദേവദാസ് പറയുന്നത് സായിനെ കുറിച്ചാണ്. ഈ ഖാദർ കരിപ്പൊടിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുള്ളി കണ്ടന്റാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ തന്നെ പലരും പല കാര്യങ്ങൾക്കും അവനെ വിളിച്ച് പല കാര്യങ്ങളും പറയാൻ ഉടനെ നെക്സ്റ്റ് ഡേ അവൻ അതെടുത്തിട്ട് കണ്ടന്റാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ എന്റെ വിഷയത്തിലും ഖാദർ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഖാദർ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾ കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു ആദ്യ ഭാര്യയുടെ വിഷയം തന്നെ ഖാദറിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഫസ്റ്റ് വീഡിയോ വന്നത്. അപ്പോൾ ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ആദ്യ ഭാര്യയ്ക്ക് എന്നോട് രണ്ടാമതും ഒരു വൈരാഗ്യം വരാനും അതുവഴി ഈ പറഞ്ഞൊരു പോക്സോ കേസിൽ ഫേക്ക് ആയ ഒരു എലിഗേഷൻസ് കൊടുക്കാനൊക്കെ കാരണമായത് ഒരുപക്ഷെ അതായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പം ഖാദറിന്റെ ചാനലിൽ വന്ന കണ്ടന്റ് വഴി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സായിയുടെ ചാനലിൽ വന്ന കണ്ടന്റ് വഴി പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ കാര്യം, ഈ ഖാദറിന് വേറൊരു സ്വഭാവം കൂടി ഉണ്ട്. ഖാദർ പല ഘട്ടങ്ങളിലായിട്ട് പബ്ലിക് ഗ്രൂപ്പിലാണ്, ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല, ഗ്രൂപ്പിലൊക്കെ വളരെ പരസ്യമായിട്ട് ഞാൻ അവനോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വോയിസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായി. അപ്പം ഞാനിപ്പോൾ ഖാദറിനോട് പറഞ്ഞ ഖാദറെ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അത് അവനെ വിശ്വസിച്ച് നമ്മൾ പറയുന്നതാണ്. പക്ഷെ അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ഉടനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് നീ അന്ന് അത് എന്നോട് പറഞ്ഞതല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ബ്ലാക്ക് മെയിലിംഗ് ടൈപ്പിൽ ചില കാര്യങ്ങളൊക്കെ അവൻ്റെ സൈഡുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ഡേഞ്ചർ എന്ന് പറയുന്നത് ഖാദറാണ്. ഖാദർ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്കല്ല. ഖാദർ കേട്ടല്ലോ. അപ്പൊ ഇതില് മല്ലു ട്രാവലർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന കാസർഗോഡുള്ള വത്സൻ ഖാദർ അല്ലെങ്കിൽ പുത്തിലമടക്കി, അതുമല്ലെങ്കിൽ റോക്കറ്റ് ഖാദർച്ച എന്നൊക്കെ അറിയപ്പെടുന്ന ഇപ്പോൾ ഒളിവിലിരിക്കുന്ന പ്രതിയായ ഖാദർ കരിപ്പൊടി പറ്റിയാണ് പറയുന്നത്. കള്ളക്കേസ് കൊണ്ടുവരുന്നതിനും ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് നശിപ്പിക്കുന്നതിനും എന്തെല്ലാം തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടാൻ പറ്റും അതെല്ലാം ഖാദർ കരിപ്പൊടി എന്നുള്ള നെറികെട്ടവൻ ചെയ്തിട്ടുണ്ട് എന്നാണ് മല്ലു ട്രാവലർ പറയുന്നത്. കൂടാതെ ഭീഷണി, ബ്ലാക്ക് മെയിലിംഗ്, കാരണം ഖാദർ കരിപ്പൊടിന്റെ മെയിൻ പരിപാടി അല്ലെങ്കിൽ വരുമാന സ്രോതസ്, അല്ലെങ്കിൽ അവന്റെ വീട്ടുകാർക്കും ഭാര്യക്കും എല്ലാവർക്കും തിന്നാൻ കൊടുക്കുന്ന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഭീഷണിയാണ്. അല്ലെങ്കിൽ ഒരാളെ പേടിപ്പിച്ചുകൊണ്ട് പണം മേടിക്കലും മറ്റുള്ള കാര്യങ്ങൾ നടത്തലാണ് അവന്റെ മെയിനായിട്ടുള്ള പരിപാടി. അപ്പൊ ഈ മല്ലു ട്രാവലിന് പോലും ഇതുപോലത്തെ നെറികെട്ടവന്റെ പരാക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന്റെ അവസ്ഥ എന്തായിരിക്കും? മല്ലു ട്രാവലർ പറയുന്നത് എന്താണെന്നറിയോ? അവന്റെ പേരിൽ പോക്സോ കേസ് വരാനുള്ള കാരണം തന്നെ ഖാദർ കരിപ്പൊടിയാണ് എന്നുള്ളത്. ഖാദർ കരിപ്പൊടി അതും ഇതും പറഞ്ഞു കൊടുത്ത് പിരികേറ്റിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നേടിയിട്ടുള്ളത് എന്നാണ്. ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത്. അപ്പൊ എനിക്ക് ഖാദർ കരിപ്പൊടി എന്നോട് പറയാനുള്ളത്, ഇപ്പൊ ഈ മെഹനാസിന്റെ വിഷയമാണെങ്കിലും ഇപ്പൊ അതുപോലൊക്കെ തന്നെയല്ലേ നടന്നത്, അല്ലേ? കേരളത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ആത്മഹത്യ അല്ലല്ലോ. ഇതിനുശേഷം എത്രയോ ആത്മഹത്യ നിന്റെ കാസർഗോഡ് ജില്ലയിൽ തന്നെ നടന്നിട്ട് നീ അതിൽ കൈവച്ചിട്ടില്ല. അതുകൂടാതെ ഒരുപാട് കാര്യങ്ങൾ നിന്റെ നാട്ടിൽ തന്നെ നടന്നിട്ട് നീ കൈവച്ചിട്ടില്ല. ഒരുപാട് ന്യൂസ് പുറത്ത് നടന്നിട്ടും നീ അതിൽ കൈവച്ചില്ല. പക്ഷെ ഈ റിഫയുടെ വിഷയത്തിലും ആവശ്യമില്ലാത്ത പിരികേറ്റി കൊടുത്തും മറ്റുള്ള നിറച്ചും ഖബറിൽ നിന്ന് മയ്യത്ത് തോണ്ടി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചും പിന്നീട് ആ കുടുംബത്തിന് മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പിന്നെ ഓരോരോ പിരികേറ്റി ഇപ്പൊ എന്തായി ആ കേസ്? ഒന്നുമില്ല. കാരണം നിന്റെ ലക്ഷ്യം ബാച്ച എന്ന് പറയുന്ന ഒരു ക്രിമിനലെ രക്ഷിച്ചെടുക്കൽ എന്നായിരുന്നു. നിനക്കെതിരെ ആര് സംസാരിച്ചാലും ആ വ്യക്തിയുടെ പേരിൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ പ്രതിയായി ചിത്രീകരിക്കൽ നിന്റെ നയമാണ്. കാരണം നിന്റെ ക്രിമിനൽ ബുദ്ധിയിൽ ഇതുപോലത്തെ നെറികെട്ട ബുദ്ധികളെ വരുള്ളൂ. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഒളിവിൽ ജീവിതമൊക്കെയാണെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്താണ് എൻ്റെ അവസ്ഥ മോനെ? താടി മീശൊക്കെ വന്നിട്ട് ഇപ്പോൾ ജാമ്യമൊക്കെ തള്ളി ഇപ്പോൾ ആൽഫിയുടെ കുൽഫി നേടിയിട്ട് ആൽഫി വേറെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പടച്ചോൻക്കറിയാം, നമുക്കറിയില്ല. പണ്ട് സുഹേൽ കരിപ്പൊടി ഒളിവിൽ പോയ സമയത്ത് സുഹേൽ കരിപ്പൊടിയുടെ ഭാര്യയെ വെച്ച് നടന്നിരുന്ന ഖാദർ കരിപ്പൊടിയുടെ ഭാര്യയെ സുഹേൽ കരിപ്പൊടി വെച്ച് നടക്കണമെന്നാണ് കാസർഗോഡ് ജില്ലയിൽ കേൾക്കുന്ന റൂമർ. എന്തായാലും നടക്കട്ടെ. അപ്പൊ ഇനി മല്ലു ട്രാവലിനർ പോലും ഇതുപോലത്തെ ഒരു അനുഭവമാണെങ്കിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എത്രത്തോളം ദുരനുഭവം നേരിട്ടിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. കാസർഗോഡ് ഇതുപോലത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന നെറികെട്ടവനും തന്തയില്ലാത്തവനുമായ പരമചറ്റയായ ഖാദർ കരിപ്പൊടിയെ വെച്ചുകൊണ്ടിരിക്കണോ വേണ്ടയോ എന്നുള്ളത് കാസർഗോഡുള്ള നല്ലവരായ ജനങ്ങൾ ആലോചിക്കുക. ഓക്കെ, അപ്പൊ ശരി.